ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ്റെ ഇഷ്ടം നോക്കി വലം രക്ഷയില്ല പോടാ സംഘടനക്കാരാ എന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടിയെ പള്ളിയുടെ ചുമതല ഏൽപ്പിക്കണം. ഒരു സംഘടന പറയണതനുസരിച്ചും പള്ളി ഭരിക്കരുത്. ഒരു സംഘടന പറയണതനുസരിച്ചും പള്ളി ഭരിക്കരുത്. അങ്ങനെ ഭരിച്ചാൽ അവൻ്റെ അള്ളാഹുവിൻ്റെ പള്ളിയെ പൊളിക്കുകയാണ്. അവിടെ ആരുടെയും ക്ഷേത്രം തകർത്തിട്ടില്ല എന്ന് സുപ്രീം കോടതി 25 വർഷത്തെ വിലയിരുത്തലിന് ശേഷം പ്രഖ്യാപിച്ച ഒരു പള്ളി പൊളിച്ചിട്ട് അവിടെ പണിത ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി അടക്കം ഭരണകൂടമടക്കം പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞാൽ മതേതരത്വം ഇനി നമ്മുടെ രാജ്യത്തില്ലെന്നാണ്. ഇന്ത്യയുടെ ഒരു പഴയ പ്രസിഡൻറ്റിൻ്റെ പേരുള്ള ഒരു ലീഡർ, കോൺഗ്രസിൻ്റെ ലീഡർ വന്നിരുന്നിട്ട് പറഞ്ഞു, ഞാനായിരുന്നു ഉപദേഷ്ടാവെങ്കിൽ എൻ്റെ പാർട്ടിയോട് ഞാൻ പറഞ്ഞേനെ ക്ഷേത്രം ഞാൻ പോകണമെന്ന്. ഇവനാണ് മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ നാളെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പോണത്, നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാനും പോകുന്നത്. അതുകൊണ്ട് ആരെയാണ് നമ്മുടെ പ്രതിനിധിയാകേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ പള്ളിയിലായാലും പുറത്തായാലും ഈ പള്ളികളോടുള്ള സമീപനം വെച്ച് തീരുമാനിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റണം. നമ്മൾ 25 കൊല്ലം ക്ഷമിച്ചവരാണ്, അതിനുശേഷം വിധി വന്നപ്പോഴും ക്ഷമിച്ചവരാണ്. പക്ഷെ നമ്മുടെ മുറിവിൽ ഉപ്പ് തേക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ പോലും ആർജവമില്ലാത്ത നമ്മുടെ നേതാക്കൾക്കിടയിൽ അത് തെറ്റാണെന്ന് ഉറക്കെ പറയുന്ന മതേതരരായ ഹിന്ദു നേതാക്കളെയാണ് നമുക്ക് കൂടുതൽ വിശ്വസിക്കാവുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ള പറഞ്ഞ മാനദണ്ഡം വെച്ച് അള്ളാടെ പള്ളി പരിപാലിച്ചില്ലെങ്കിൽ അള്ളാടെ പള്ളിയും പള്ളി കമ്മിറ്റിയിലൂടെ മാത്രം ഇന്ന് കേരളത്തിൽ ഇസ്ലാം തകരാൻ പോവുക. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മുടെ നാടും രാജ്യവുമൊക്കെ കടന്നു പോകുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മസ്ജിദീയമായ ഒരാഴ്ചയിലൂടെ, പള്ളി കേന്ദ്രീകൃതമായ ചിന്തകൾ, ചർച്ചകൾ ശക്തമായി നിൽക്കുന്ന ഒരാഴ്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അകത്തും പുറത്തും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, പള്ളി എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന, വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അളവുകോലായി വർത്തിക്കുന്ന ഒരാശയ ആദർശ സ്ഥിരാകേന്ദ്രമാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അഥവാ പള്ളികൾ എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയ്ക്കപ്പുറം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പള്ളിയോടുള്ള നമ്മുടെ സമീപനം അത് സമൂഹത്തിൻ്റെ ഭാവിയെ, വ്യക്തിയുടെയും ഭാവിയെ, അവൻ്റെ സുസ്ഥിതിയെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ഭവനമാണ്. പള്ളിയോടുള്ള നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ഇടപെടലുകളൊക്കെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്നതിന് കാരണമാകും എന്നത് വളരെ പ്രധാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ലയിലും നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിൻ്റെ പ്രതിനിധികളെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. പള്ളിക്ക് നല്ല പരിപാലകരുണ്ടാവുക എന്നത് ഒരു പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള ജനങ്ങളുടെ ജീവിത സംസ്കാരം നല്ലതാകുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞവരായി നാം ആരുമല്ലെങ്കിലും ഉള്ളതിൽ മികവുള്ളവരെങ്കിലും ഈമാനികമായ പള്ളിയുടെ പരിപാലനത്തിൻ്റെ അർഹതകളുടെ അള്ളാഹു നിശ്ചയിച്ച മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നവരെ കണ്ടെത്താൻ നാം ശ്രമിക്കണം. അതിന് നാം വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ, അളവുകോലുകൾ അതുമാത്രമായിരിക്കണം. അള്ളാഹു പരിഗണിച്ചതെന്ത് എന്നത്, അള്ളാഹു പരിഗണിച്ചതിനെ നാം പരിഗണിക്കുമ്പോൾ നാം പരിഗണിച്ചവർ നമ്മെ വേണ്ട വിധം പരിഗണിക്കും. അള്ളാഹു പരിഗണിച്ചതിനെ നാം പരിഗണിക്കുന്നില്ല എങ്കിൽ നാം പരിഗണിച്ചവർ എന്തിന് നമ്മെ പരിഗണിക്കണം? സത്യത്തിൽ നമ്മുടെ പള്ളിയുടെ, കേരളം ഒട്ടുക്കുമുള്ള പള്ളികളുടെ, ഞാനൊരു പള്ളിയുടെ കാര്യം മാത്രം പറയുകയല്ല, പരിപാലനത്തിൻ്റെ ചുമതലകളിൽ ഇന്ന് ആര് എന്നത് നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദീനീ ബോധത്തെ, സംസ്കാരത്തെ ശരിയായ നിലയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പള്ളി പരിപാലിക്കേണ്ടവർ ആര് എന്ന കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം പള്ളിയോടുള്ള സമീപനം ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെയാണ് അളക്കുന്നത്. പള്ളിയോടുള്ള ബന്ധം
ഒരാളുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അതെങ്ങനെയുള്ള ബന്ധം എന്നതൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പും പറഞ്ഞ ആയത്താണ്, വളരെ പ്രസിദ്ധമായ ആയത്ത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇന്ന് ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഒരു പള്ളിയെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. നഷ്ടപ്പെട്ട, ഇടിച്ചു നിരത്തപ്പെട്ട, മുസ്ലിം സമുദായത്തിൻ്റെ നൊമ്പരങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു പള്ളി, അതിൻ്റെ അവശിഷ്ടങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട ക്ഷേത്രം, അത് വളരെ മോശമായ നിലയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്ത, എന്നിട്ട് അതിന്മേൽ കെട്ടിപ്പടുത്ത ഒരു ഏകപക്ഷീയമായ ഒരു മത മേധാവിത്വത്തിൻ്റേത് മാത്രമായി സ്വയം തന്നെ അവർ പരിചയപ്പെടുത്തുന്ന ഒരു ക്ഷേത്രത്തെ രാജ്യത്തിൻ്റെ, മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് വന്നാൽ, അതിന് നേരിട്ട് നേതൃത്വം നൽകുന്നു എന്ന് വന്നാൽ, ഇന്ത്യ മതേതര രാഷ്ട്രമാണ് എന്നുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും അവിടെ പൊളിയുക. പിന്നെന്ത് മതേതരത്വമാണുള്ളത്? ഏതെങ്കിലും പ്രത്യേക മതത്തിന് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രാധാന്യം നൽകാൻ പാടില്ല എന്ന് മതേതരത്വത്തിൻ്റെ നിർവചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു രാജ്യമാണിത്. ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ അർത്ഥം അതാണ്. മതമില്ലായ്കയല്ല, മറിച്ച് എല്ലാ മതങ്ങളെയും സമവീക്ഷണത്തോടുകൂടി, തുല്യതയോടുകൂടി വീക്ഷിക്കുകയും രാഷ്ട്രം ഭരിക്കുന്നവർ ഒരു മതത്തിന് പ്രത്യേക പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മതേതരത്വത്തിൻ്റെ സർവ്വസ്വീകാര്യമായ നിർവചനം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ ആരാധനാലയം ആണ് അവിടെ നിലനിന്നതെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച, അവിടെ ആരുടെയും ക്ഷേത്രം തകർത്തിട്ടില്ല എന്ന് സുപ്രീം കോടതി 25 വർഷത്തെ വിലയിരുത്തലിന് ശേഷം പ്രഖ്യാപിച്ച ഒരു പള്ളി പൊളിച്ചിട്ട് അവിടെ പണിത ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി അടക്കം, ഭരണകൂടമടക്കം പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞാൽ മതേതരത്വം ഇനി നമ്മുടെ രാജ്യത്തില്ലെന്നാണ്. ഈ പറയപ്പെട്ട മതേതരത്വം ഇനി നമ്മുടെ രാജ്യത്തില്ല എന്ന് പച്ചയായി നടത്തുന്ന ഈ പ്രഖ്യാപനത്തെ വേണ്ട വിധത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഒരു വശത്തുണ്ട്. അത് നമ്മൾ പറയുമ്പോഴും, മറ്റുള്ളവർ പള്ളിയോട് വെച്ച് പുലർത്തുന്ന സമീപനം മോശമായി, അത് പൊളിച്ചു എന്ന് നാം പറയുമ്പോഴും, നാം യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളിയോട് പുലർത്തേണ്ട സമീപനം പുലർത്തുന്നുണ്ടോ? നമുക്ക് നമ്മോടുള്ള പള്ളിയോട്, നമ്മുടെ കൈവശമുള്ള പള്ളികളോട് നാം പുലർത്തുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്ന പെരുമാറ്റ രീതികളാണോ, സമീപനങ്ങളാണോ എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. നമ്മുടെ അധീനത്തിനപ്പുറത്തുള്ളതിനെക്കുറിച്ച് വാചാലമാകാൻ നമുക്ക് എളുപ്പമുണ്ട്, കൈവിട്ടു പോയതിനെക്കുറിച്ച് പറയാൻ എളുപ്പവുമാണ്. പക്ഷേ അള്ളാഹു പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ പള്ളിയെ പരിപാലിക്കേണ്ടവരാരാണെന്ന് അള്ളാഹു പറയാതെ പോയെങ്കിൽ ആരെങ്കിലും ആകട്ടെ നമുക്ക് വിചാരിക്കാം. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഖുർആൻ വഴികാട്ടിയാകുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്നും ഖുർആനിൽ നിന്നും അകന്നവനും ആ ഒരൊറ്റ കാരണം കൊണ്ട് നാളെ പരലോകത്തിൽ നബി നമ്മെക്കുറിച്ച് ശക്തമായ നിലയിൽ അള്ളാഹുവിൻ്റെ മുമ്പ് പരാതി ബോധിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. റസൂൽ ദൂതൻ നബി പറയും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ, പടച്ചവനെ, എൻ്റെ ജനത ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ പരിശുദ്ധമായ ഖുർആനിനെ അവരവരുടെ പിന്നാമ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അല്ലാഹ് എന്ന് നബി നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെതിരിൽ സാക്ഷി പറയുന്ന നാളുകൾ എത്ര ഭീകരമായിരിക്കും. ഇന്ന് നാം കാണുന്ന ഭീകരതയൊന്നും ആയിരിക്കില്ലത്. പള്ളിയെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത് ഇവിടെ നിലനിൽക്കുമ്പോൾ, ആ ആയത്തനുസരിച്ച് എൻ്റെ സമുദായം പള്ളി പരിപാലിച്ചില്ല, അല്ലെങ്കിൽ പരിപാലകരെ കണ്ടെത്തിയില്ല എന്ന് ഒരവസ്ഥ വന്നാൽ നമ്മെക്കുറിച്ചായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരാതി പറയുക അള്ളാഹുവിൻ്റെ മുമ്പിൽ. അള്ളാഹുവിൻ്റെ നബി നമ്മെക്കുറിച്ച് ഖുർആൻ വലിച്ചെറിഞ്ഞവർ എന്ന് പരാതി പറഞ്ഞാൽ എന്താകും സ്ഥിതി? കൊണ്ടാലോചിക്കണം നമ്മൾ. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളിയെ ശരിയായി പരിപാലിക്കുന്നവർ. യഅ്മുറു എന്നല്ല, യഅ്മുറു ആണ്. യഅ്മുറു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർ എന്നാണ്. അമ്ര, അമീർ എന്നൊക്കെ പറഞ്ഞാൽ ഭരിക്കല. ഈ യഅ്മുറു ആണ്, ഹംസ അല്ല കേട്ടോ, ഐനാണ്. ഐനെന്ന് പറഞ്ഞാൽ പരിപാലിക്കുക എന്നാണ്. പല ആളുകളും പള്ളിയുടെ ഭരണാധികാരികൾ എന്നൊക്കെ എഴുതി കാണാറുണ്ട്. പള്ളി ആരും ഭരിക്കണ്ട എന്നാണ് അള്ളാഹു പറയുന്ന, പള്ളിയെ പരിപാലിക്കാനേ പാടുള്ളൂ. യഅ്മുറു ആയിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. യഅ്മുറു ആണ്, പള്ളിയെ പരിപാലിക്കുന്നവർ ആരെന്ന്. അള്ളാഹുവിന് പരിപാലകരെയാണ് വേണ്ടത്, ഭരണക്കാരെയല്ല. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
അള്ളാഹുവിലും അന്ത്യനാളിലും ഉറച്ച വിശ്വാസമുള്ളവർ അള്ളാഹുടെ പള്ളിയെ പരിപാലിച്ചാൽ മതി. വേറെ ഉള്ളവർക്ക് പരിപാലിക്കാൻ വേറെ സ്ഥലം പലതും ഉണ്ടല്ലോ, ബാങ്കുണ്ടല്ലോ, പഞ്ചായത്തുണ്ടല്ലോ, പലതും ഉണ്ടല്ലോ. അവരവിടെ പോയി പരിപാലിച്ചോളൂ. അള്ളാഹുടെ പള്ളിയെ പരിപാലിക്കാൻ അവന്മാർ വരണ്ട. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അടിയുറച്ച വിശ്വാസമുള്ളവരെ അള്ളാഹുവിൻ്റെ പള്ളിയെ പരിപാലിക്കാനാവൂ. ഇത് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയെ പരിപാലിക്കുന്നവരെ കണ്ടെത്തുമ്പോൾ ഇപ്പറയുന്ന നമ്മളത് പരിഗണിക്കുന്നുണ്ടോ? അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. എന്താണ് ഒരാൾക്ക് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെന്നുള്ളതിൻ്റെ അടയാളം? ആ ഒരാൾ സ്വയം പറഞ്ഞാൽ മതിയോ? അല്ലെ നമ്മളാരെങ്കിലും അങ്ങ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയോ? അള്ളാഹു ആണ് അവൻ്റെ റസൂലാണത് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ റഅയ്തുമുർ റജുല യതആഹദുൽ മസ്ജിദ്, ഒരാൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നിത്യമായും വന്നു പോകുന്നതായി നിങ്ങൾ കണ്ടാൽ ഫഷ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവൻ അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് സ്ഥിരം വന്നു പോകുന്നവനാണ് ഈമാൻ ഉള്ളതിൻ്റെ അടയാളം. ഇതൊരു അടിസ്ഥാന മാനദണ്ഡമാണ്. ഒരാൾ പള്ളിയുടെ പരിപാലകനായി തിരഞ്ഞെടുക്കപ്പെടുന്നു, എന്നിട്ട് കാരണമില്ലാതെ പള്ളിയിൽ സ്ഥിരമായി വന്നു പോകുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു, അവൻ ഈമാനില്ല എന്നാണ്. അവൻ്റെ അള്ളാഹുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ അവൻ അവകാശമില്ല, പരിപാലനം ഏറ്റെടുക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്നാമത്തതാണ്. എന്താണ്? പള്ളിയിൽ സ്ഥിരമായി വന്നു പോകുന്നവരാകണം. ഒരു ദിവസം ഒരു വട്ടമെങ്കിലും സ്ഥിരമായി 5 നേരവും വരാനാവുന്നവർ അങ്ങനെ. പക്ഷേ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും അള്ളാഹുടെ പള്ളിയിൽ വന്നു പോകണം. പള്ളിയിൽ വന്നു പോകുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കുന്ന പള്ളിയുടെ വരാന്തയിൽ വന്നു പോകാമെന്നാണ്. ചിലർ പള്ളിയുടെ തിണ്ണേ വന്നു പോകാമെന്നാണ്. പള്ളിയുടെ അകത്ത് കയറാത്ത വന്നു പോക്കുണ്ട് ഒരുപാട് പേർക്ക്. ഇതുമായിട്ടൊരു ബന്ധമില്ല. പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നമസ്കാരം ലക്ഷ്യം വെച്ച് വരിക എന്നാണ്, വേറെ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരിക, അത് വളരെ പ്രധാനമാണ്. അങ്ങനെ വന്നാൽ ഫഷ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവൻ ഈമാനുണ്ടെന്ന് നീ സാക്ഷി പറഞ്ഞോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈമാൻ അവനാണ്, അല്ലാതെ നമ്മൾ വേറെ മാനദണ്ഡങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ഫഇന്നല്ലാഹ യഖൂൽ, കാരണം അള്ളാഹു പറയുന്നു, ഈ ആയത്താണ് അതിന് ഉപോത്ബലകമായി ഓതിയത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ പള്ളിയെ പരിപാലിക്കുന്നവർ ഈമാനുള്ളവരും അള്ളാഹുവിലും അന്ത്യനാളുണ്ട് എന്ന പേടി, ആ വിശ്വാസമുള്ളവരെ അള്ളാഹുവിൻ്റെ പള്ളിയെ പരിപാലിക്കേണ്ടു, അവർക്ക് അതിന് അവകാശമുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാം, നിത്യം പള്ളിയിൽ വന്നു പോകുന്നവരെ കാണുമെന്ന്. പള്ളി കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക, പള്ളിയിലേക്ക് വരൂല, പള്ളിയുടെ ഒരാവശ്യങ്ങൾക്കും ആളെ കാണൂല. അങ്ങനെ വന്നാലോ? അങ്ങനെ പലയിടങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ വരുന്നവരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്താൽ അതിൻ്റെ സമാധാനം തിരഞ്ഞെടുത്തവരാണ് പറയേണ്ടത്. പള്ളിയിൽ വരണം. പള്ളിയിൽ സ്ഥിരമായി വന്നു പോകുന്നവർക്ക് ഈമാനുള്ളൂ. പള്ളിയിൽ വന്നാൽ പോലും പള്ളി കയറാതെ പോകുന്നവർക്ക് ഈമാൻ ഇല്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പോൾ അതിനപ്പുറത്ത് നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ വന്നു പോകുന്നവരെന്തിനാണ് പള്ളിയിൽ വരേണ്ടത്? എന്തിനാണ് പള്ളിയിൽ വരേണ്ടത്? നമസ്കരിക്കാൻ. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ്, രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും പള്ളിയിലേക്ക് വന്നും പോയി ഇരുന്നാൽ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നത്തി കുല്ലമാ ഗദാ ഔ റാഹ്, അവൻ രാവിലെയും വൈകിട്ടും വന്നു പോകുമ്പോൾ സ്വർഗത്തിൽ അവന് വേണ്ടിയിട്ട് ഒരു സദ്യ അവൻ അപ്പോൾ തന്നെ ഒരുക്കിയിരിക്കും. സ്വർഗത്തിൽ രാവിലെ അവനൊരു സദ്യ, വൈകുന്നേരം ഒരു സദ്യ. നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ ഇവിടുത്തെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ അവിടുത്തെ സദ്യകളും സൽക്കാരങ്ങളും ഒക്കെ. ഓരോ അമലും തികയുന്നില്ലെങ്കിൽ അതിനെ അള്ളാഹ് ഇരട്ടിപ്പിച്ചു കൊടുക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഋഗ്വേദം വായിച്ചപ്പോൾ കണ്ടു, ഈ ലോകത്ത് ചെയ്ത കർമ്മങ്ങൾ പരലോകത്ത് അപര്യാപ്തമാകുമ്പോൾ, അതിൻ്റെ പുണ്യങ്ങൾ തീർന്നു പോകുമ്പോൾ അവരെ പുനർജന്മത്തിനായി ഇങ്ങോട്ട് വീണ്ടും അയക്കും, കർമ്മം ചെയ്ത് തിരിച്ചു പോകാനെന്ന്. കണ്ടോ? ഏത് വേദത്തിലും അങ്ങനെയാ. കർമ്മം ചെയ്ത് പുനർജന്മ സങ്കല്പം തന്നെ ഉണ്ടായത് ചെയ്ത കർമ്മങ്ങൾ തികയാതെ വരുന്നത് കൊണ്ട് ചെയ്ത നന്മയ്ക്കുള്ളത് പകരം കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും പോയി കർമ്മം ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിടുകയാണെന്ന ഇസ്ലാം പറയുന്നു. അങ്ങനെ ഒരു പുനർജന്മവുമില്ല. ഈ ലോകത്ത് ചെയ്യാൻ കിട്ടിയ അവസരം തന്നെ ധാരാളമാണ്. ചെയ്ത നന്മ തികയില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു നന്മയ്ക്ക് 1 ലക്ഷമായും 10 ലക്ഷമായും കണക്കില്ലാത്തതായും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ നന്മകൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. രണ്ടാമതൊരു തിരിച്ചുവരവില്ല. ഇതറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിലാണ്. അത് ഈ സമുദായത്തിന് പ്രത്യേകമായി അള്ളാഹ് നൽകിയതാ. മുൻകാല സമുദായങ്ങൾക്ക് അതില്ലായിരുന്നു. അതുകൊണ്ട് മുൻകാല വേദങ്ങളിൽ പുനർജന്മം എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം തികയണ്ടേ, ഈ കർമ്മം കൊണ്ട് അനന്ത ലോകത്ത് തികയണ്ടേ. അതുകൊണ്ട് തികയുന്നതിന് വേണ്ടിയിട്ടാണ് പള്ളിയിൽ വരാൻ പറഞ്ഞത്. എന്തിന്? പള്ളിയിൽ വന്നിട്ട് വെടി പറഞ്ഞു വെച്ച് പോകാനാ? വന്നാൽ തന്നെ ആണോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, പള്ളിയിൽ വരുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലി. എന്തുകൊണ്ട്? അവൻ പള്ളിയിലേക്ക് വന്നത്
ഒളു ചെയ്തു കൊണ്ടുവന്നു വീട്ടിൽ നിന്ന്. എന്നിട്ട് അവൻ വെച്ച ഓരോ ചുവടുകൾക്കും പ്രതിഫലമായി 1/27 എന്തിനാ തന്നേ? ഇനി ചെയ്യാൻ അവസരമില്ല, പുണ്യം തീർന്നു പോയിട്ട് പരലോകത്തുനിന്ന് മടങ്ങിപ്പോകുമെന്ന് പലരും പറഞ്ഞതുപോലെ ഒരു മടങ്ങിപ്പോക്കില്ല. അതുകൊണ്ട് അവസാനിക്കാത്ത നന്മകളുണ്ട് ഒരു പറ്റം. ചിലതുണ്ട് ഒരു നന്മയ്ക്ക് 700 നന്മ, 7 നന്മ 700 നന്മ. എന്തിനാ ഇത് കൂട്ടിവെച്ചേ? ഈ പറഞ്ഞ പോളിസി ഉണ്ട് ഇവിടെ. ചെയ്ത കർമ്മത്തിന് മാത്രമേ പരലോകത്തെ അനശ്വരതകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പള്ളിയിൽ വരുന്നവർക്കേ പരലോകമുണ്ടെന്ന് വിശ്വാസമുള്ളൂ. വന്നാൽ പോരാ, അവൻ വരുന്നത് നമസ്കാരത്തിനായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ സ്ഥലം പള്ളിയാണ്. വാബഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കമ്പോളമാണ്, മാർക്കറ്റാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിൽ വന്നിരിക്കുന്നതിൽ സന്തോഷമില്ലേ, അവന് ഈമാനില്ല. പള്ളിയുടെ മുറ്റത്തിരുന്നു എന്നുള്ളതുകൊണ്ട്, മുറ്റത്തിരുന്നൂടെന്നല്ല ഞാൻ പറഞ്ഞത്, പള്ളിയിലിരിക്കാനാവണം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ കാത്തിരിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി സൈന്യം കാത്തിരിക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ദാലിക്കും ഒരു റിബാത്ത്. അത്രയേറെ ക്ഷമ വേണം, അത്രയേറെ വലിപ്പമുണ്ട്. കാരണം ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ഒന്നിനും വേണ്ടി അല്ലാതെ അള്ളാഹുടെ പള്ളിയിൽ അവൻ്റെ ശരീരത്തും മനസ്സും തളച്ചിട്ടിട്ട് ഇരിക്കാൻ പറ്റണമെങ്കിൽ അതിന് സാമാന്യം ഇച്ഛാശക്തിയും ആത്മസംയമനവും ഉള്ളിൽ തഖ്വയും അല്ല വേണ്ടത്. അത് എല്ലാവർക്കും ഒന്നും സാധിക്കുന്നതല്ല. അത് പ്രാപ്തന്മാർക്ക് സാധിക്കുന്നതാണ്, ഈമാനുള്ളവർക്ക് സാധിക്കുന്നതാണ്. അല്ലാഹു തആല നമുക്കത് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, പള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പള്ളിയിൽ വരിക, നിസ്കരിക്കാന്ന് തന്നെയാണ്. വദാലിക അന്നഹു ഇദാ തവല്ലഅ, അവൻ ഒളുവെടുക്കുന്നു, ഫഅഹ്സനൽ വുദൂ, നന്നായി ഒളുവെടുത്തു, 27 ഇരട്ടി കൂലി കിട്ടും. 25 ളഅഫ, വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ. എന്താ കാര്യം? ഒളുവെടുത്തു, നന്നായി ഒളുവെടുത്തു. സുമ്മ ഖറജ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നിട്ട് വന്നു. ലാ യുഖ്രിജുഹു ഇല്ലസ്സലാ, നിസ്കാരമല്ലാത്ത വേറൊരു കാരണവുമല്ല അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ ഇറക്കിയത്. നിസ്കരിക്കുക എന്നുള്ളതിന് മാത്രമാണ് വന്നത്. അതിൻ്റെ പേരില്ല കൂലി. ഈ കൂലി കിട്ടുന്ന എന്തിനാ? നിസ്കാരം മാത്രമായിരിക്കണം പള്ളിയിലേക്ക് വരുമ്പോഴുള്ള അവൻ്റെ ലക്ഷ്യം. അതിനുശേഷം പള്ളിയിൽ കൂടണം, പള്ളിയിലിരിക്കണം, സന്തോഷമുള്ള ഈമാനികമായ വർത്തമാനങ്ങൾ പറയണം, ഒക്കെ ചെയ്യണം. പക്ഷേ നിസ്കാരത്തിനായിരിക്കണം പള്ളിയിലേക്ക് വന്നത്. വെടി പറയാൻ, കച്ചറ പറയാൻ, പള്ളിയുടെ അധികാരം വെട്ടിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ, അതിനു വേണ്ടി മാത്രം പള്ളിയിൽ വന്നവൻ ഇതിന് അർഹനേ അല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ. അത്തരക്കാരെ പള്ളിയുടെ അധികാര കേന്ദ്രങ്ങളിൽ കയറ്റി വെച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ലം യഖുതു ഖുത്വത്തൻ ഇല്ലാ റുഫിയത ലഹു ബിഹാ ദറജ, ഒരു ചുവട് വെച്ചാൽ അവൻ്റെ ഒരു പദവി ഉയരാതിരിക്കില്ല. വഹത്താൻ ബിഹാ സയ്യ, ഒരു പാപം പൊഴിഞ്ഞു പോകാതിരിക്കില്ല. ഫൈദാ സല്ല, അവൻ നിസ്കരിച്ചാൽ ലം തസൽ മലായികത്തു തുസല്ലി അലൈഹി മാദാമ ഫി മുസല്ല, അവൻ മസല്ലയിൽ ഇരിക്കുന്നിടത്തോളം മലക്കുകൾ അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ചില ആളുകളുണ്ട്, ഒന്ന് സലാം വിട്ടി കിട്ടിയാൽ മതി പൊങ്ങാൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴും ആവശ്യങ്ങൾക്ക് മനുഷ്യൻ പോകുന്നത് ശരി, പക്ഷെ അതൊരു പ്രവണതയാക്കുന്നവർ, അവർക്ക് മലായിക്കത്തുകളുടെ പ്രാർത്ഥനയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മാദാമ ഫി മുസല്ല. അവൻ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ റഹംഹു വലാ യസാലു അഹദുക്കും ഫി സലാത്തി മൻതദറ സലാ എന്ന് റസൂലുള്ളാഹി. നിസ്കാരം കാത്തിരിക്കുന്നിടത്തോളം നിങ്ങൾ നിസ്കാരത്തിലെ പോലെ ആയിരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി. പള്ളി അതിനാ. അങ്ങനെ വരുന്നവനാണ് ഈമാൻ ഉണ്ടാകുന്നത്. ആ ഈമാനുള്ളവനായിരിക്കട്ടെ പള്ളി പരിപാലിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പള്ളി പരിപാലിക്കുന്നതിന് ഈ മാനദണ്ഡം ഒന്നാമതാക്കണം. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞെന്താണ്? വഅഖാമ സ്വലാ, വീണ്ടും വരുന്നു നിസ്കാരത്തിലേക്ക്. നമസ്കാരം നിലനിർത്തുക. എവിടെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? എവിടെയാണ് നമ്മൾ ചോയ്സ് എടുക്കേണ്ടത്? നമസ്കാരത്തിന് ഊന്നൽ കൊടുക്കാതെ. ഇപ്പം നമ്മുടെ പള്ളി പരിപാലനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ കമ്മിറ്റിയുടെ അപ്പുറം പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യും. അവരുടെ ചർച്ച എന്താണ്? കമ്മിറ്റിക്കാർ കൊള്ളൂല. എന്താ കൊള്ളുകയല്ലാത്ത? അള്ള പറഞ്ഞ കാരണങ്ങളാൽ ആണെങ്കിൽ ആദ്യം പറഞ്ഞ അയാൾ ശരിയായ ഈമാൻ്റെ ലക്ഷണം കാണിക്കുന്ന പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് വരുന്നില്ല. അങ്ങനെ പറയണ ഏതെങ്കിലും പ്രതിപക്ഷം ഉണ്ടോ? കമ്മിറ്റിക്കാരൻ കൃത്യമായി നമസ്കാരത്തിന് ജമാഅത്തിന് വന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് കമ്മിറ്റിക്കാർക്കെതിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രതിപക്ഷത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ പ്രതിപക്ഷം വേണം. അങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടോ? എന്ത് കമ്മിറ്റി, എന്ത് പ്രതിപക്ഷം ഉണ്ടോ? അവർക്കതല്ല പ്രശ്നം. രണ്ടാമത് അല്ലാഹു പറയുന്ന അഖാമ സലാവൻ, നമസ്കാരം നിലനിർത്തണം. ഫസ്റ്റ് അള്ളാഹുവിൻ്റെ അടുത്ത പദ്ധതിയാണ് നമസ്കാരം നിലനിർത്തുക. ഈമാൻ വേണം. അത് പള്ളിയിലേക്ക് വരുന്നു, ആവർത്തിച്ച് വരുന്നു എന്നതിന് തെളിവാണ്. രണ്ടാമത് അവൻ നമസ്കാരം നിലനിർത്തണം. പള്ളി പരിപാലിക്കുന്നവരെ നിസ്കാരം നിലനിർത്തണം. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കുകൊള്ളണം. ചിലയിടത്തുണ്ട് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നാലും ജമാഅത്തിൽ പങ്കെടുക്കൂല.
കമ്മിറ്റി പരിപാലിക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുക, ജമാഅത്ത് നിസ്കാരം വിട്ടിട്ട്. എന്തിനാണ് പള്ളി പരിപാലനം? അങ്ങനെയുള്ള ആളുകൾക്കൊന്നും പള്ളി പരിപാലിക്കാൻ അവകാശമില്ല. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ രണ്ട് പരിഗണന: ഒന്നാമത് വിശ്വാസവും പരലോകത്തിലും അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ടാമത്തേതും അള്ളാഹുവിൻ്റെ പരിഗണന നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന മൂന്നാമത്തേത് എന്താ? സക്കാത്ത് ചെറിയ കാര്യമല്ല. ചില ആളുകളുണ്ട് സക്കാത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും, നല്ലതാണ്, തീർച്ചയായിട്ടും കേന്ദ്രീകരിക്കാത്തവർക്ക് പള്ളി പരിഹരിക്കാൻ അവകാശമില്ല. പക്ഷേ ചില ആളുകൾ ഉണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന സമയത്ത് മാത്രം പള്ളിയിൽ വരുന്ന ചില ആളുകളുണ്ട്. കമ്മിറ്റി ഞങ്ങളുടെതല്ല എങ്കിൽ പള്ളി വരില്ല, പ്രതിപക്ഷത്തുള്ളവർ പള്ളി വരില്ല, ഞങ്ങളുടെ കമ്മിറ്റി ആണെങ്കിലേ പള്ളിയിൽ വരുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വലിയ പ്രതിപക്ഷം നന്നാക്കലുകാരുണ്ട്. ഇതൊന്നും ശരിയല്ല. അവൻ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കണം. അവൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള യോഗ്യത തെളിയിക്കേണ്ടത് അവൻ കമ്മിറ്റി ആരായാലും ഞാൻ എൻ്റെ പള്ളിയിൽ, പടച്ചവൻ്റെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കും, പള്ളി അള്ളാഹുവിൻ്റെതാണെന്ന ബോധത്തിലാണ്. എന്നിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലയിടത്തും, ഞാൻ ഇവിടുത്തെ കാര്യം പറയല്ലോ കേട്ടോ, പലയിടത്തും നടക്കുന്ന ചർച്ച എന്താണെന്നറിയാമോ? എന്താണ് കമ്മിറ്റിയുടെ അയോഗ്യത? കമ്മിറ്റി സാമ്പത്തിക തിരിമറി നടത്തി. അതിനെപ്പുറത്ത് എന്തെങ്കിലും ഉള്ളതോ ഇല്ലാത്തതോ? അതാണ് ചർച്ച. സാമ്പത്തിക തിരിമതിയാണോ ആദ്യം ചർച്ച ചെയ്യേണ്ടത്? നമസ്കാര തിരിമതി നടത്തി പറഞ്ഞോ? ആരെങ്കിലും പറയുന്നുണ്ടോ എവിടെയെങ്കിലും? നമസ്കാരത്തിൽ തിരിമറിയുണ്ട്, ഈമാനിൽ തിരിമറിയുണ്ട്. ആരും പറയല ഈമാനിൽ തിരിമറി ഉണ്ടായിക്കോട്ടെ, അവൻ കള്ളും കഞ്ചാവുമായിട്ടാണെന്നോട്ടെ, എന്ത് പരിപാടിയും നടത്തിക്കോട്ടെ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചില്ലേലും പോട്ടെ, നമസ്കാരത്തിലെ തിരിമറി പറയില്ല, ഈമാനിലെ തിരിമറി പറയില്ല, സാമ്പത്തികത്തിലെ തിരിമറി മാത്രം പറയുന്ന പ്രതിപക്ഷങ്ങളുണ്ട് പലയിടത്തും. അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും അങ്ങനെ പറയുന്ന പ്രതിപക്ഷം ശരിയായ പരിപാലനത്തിൻ്റെ അർഹതയുള്ളവരാണ്. കമ്മിറ്റിക്കാരങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ള പറഞ്ഞ മാനദണ്ഡം വെച്ച് അള്ളാടെ പള്ളി പരിപാലിച്ചില്ലെങ്കിൽ അള്ളാടെ പള്ളിയും പള്ളി കമ്മിറ്റിയിലൂടെ മാത്രം ഇന്ന് കേരളത്തിൽ ഇസ്ലാം തകരാൻ പോവുക. വേറെ ഒന്നുകൊണ്ടുമല്ല. മതസംഘടനകളും പള്ളി കമ്മിറ്റിയും കാരണമായി ഇസ്ലാം പൊളിയാൻ പോവുകയാണ്, സ്വയം ഇവർ തകർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. സക്കാത്തിൻ്റെ പദ്ധതികൾ തീർച്ചയായും നോക്കണം. സാമ്പത്തിക ക്രമക്കേട് സക്കാത്ത് കൊടുക്കുന്നവനുണ്ടാകില്ല. ആ നിലയിൽ സൂക്ഷിക്കുന്ന കമ്മിറ്റി പരിപാലനത്തിന് അർഹതയുള്ള കമ്മിറ്റി എന്ന് അള്ളാഹു പറയുകയാണ്. അതാണ് പരിപാലനം. പക്ഷേ അതല്ല പറഞ്ഞത് മൂന്നാമതാ. പക്ഷെ നമ്മളത് പറയുന്നത് ഒന്നാമതാണ്, രണ്ടാമതാണ്, മൂന്നാമതാണ്, അവസാനവും അതാണ്. ആദ്യത്തേത് നമുക്കില്ലേ ഇല്ല. ഇതാണോ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കേണ്ടവർ പരിഗണിക്കേണ്ടത്? ആണോ? അതുകൊണ്ട് ഞാൻ ആരെയും പ്രതികൂലിച്ചു ഒന്നും എവിടെയും പറയുകയല്ല. ഇത് അള്ളാഹുവിൻ്റെ പരിഗണന. നമ്മളിത് സൂക്ഷിക്കണം. പരിപാലിക്കുന്ന ആളുകളിൽ നന്നായി പരിപാലിച്ച ആളുകളുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ അപ്പുറത്ത് അതിനെ വിമർശിക്കുന്ന ആളുകളിൽ സതുദ്ദേശമുള്ളവരുണ്ടാകുക. തീർച്ചയായിട്ടും ആരാണ് യഥാർത്ഥത്തിൽ അർഹരായ ആളുകൾ എന്ന് കണ്ടെത്തി അതിനർഹരായ ആളുകളുടെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അർഹരാണെങ്കിൽ നിലനിർത്തുകയും ചെയ്യാനുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. വലം യഖ്ഷ ഇല്ലല്ലാഹ്, പടച്ചവനെ പേടിക്കാവുള്ളൂ. നാട്ടിലെ മുതലാളി എന്ന് പറയുമെന്ന് വിചാരിച്ച് പള്ളിയുടെ കമ്മിറ്റിയുടെ തീരുമാനം എടുക്കരുത്. ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ്റെ ഇഷ്ടം നോക്കി വലം യഖ്ഷ ഇല്ലല്ലാഹ്, പോടാ സംഘടനക്കാരാ എന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടിയെ പള്ളിയുടെ ചുമതല ഏൽപ്പിക്കണം. ഒരു സംഘടന പറയണതനുസരിച്ചും പള്ളി ഭരിക്കരുത്. ഒരു സംഘടന പറഞ്ഞനുസരിച്ചും പള്ളി ഭരിക്കരുത്. അങ്ങനെ ഭരിച്ചാൽ അവൻ്റെ അള്ളാഹുവിൻ്റെ പള്ളിയെ പൊളിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം യഖ്ഷ, അത് കൂട്ടത്തിൽ പറയുകയാണ് അള്ളാഹു. ആ ഓർഡർ നോക്കിയേ, വലം യഖ്ഷ ഇല്ലല്ലാഹ്. ഇന്ന് അള്ളാഹുവിൻ്റെ പള്ളിയെ ഭരിക്കുന്നവർ, അവർക്ക് പലർക്കും അള്ളയല്ല പേടി, അവർക്ക് നാട്ടിലെ മുതലാളിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയാണ്, അല്ല എങ്കിൽ സംഘടനക്കാരെയാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ള പറയുന്നതനുസരിച്ച് ഖുർആൻ വെച്ച് ഹദീസ് വെച്ചാൽ ഭരിക്കുന്നത്. എൻ്റെ സംഘടന പറഞ്ഞിട്ടല്ല, രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടല്ലെന്ന് പറയാൻ കൊള്ളാവുന്ന ഭരണക്കാർ എത്ര പേരുണ്ടാകും? ഉണ്ടായി വരണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആ സാല ഉലായിക്ക യകൂനു മിനൽ മുഹ്തദീൻ. അങ്ങനെ ആയാൽ ഗുണം വന്നേക്കാം. ഇത്രയും സൂക്ഷിച്ചാൽ ഗുണം വന്നേക്കാം. ഇല്ലെങ്കിൽ പള്ളി കൊണ്ട് തന്നെ നാം തൊലയാൻ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പുറത്തെ പള്ളിയെ സംബന്ധിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദിൻ്റെ ഇടമെന്നാണ്. മനസ്സിലായില്ലേ? പൈസയുടെ ഇടമെന്നല്ല. പൈസയുടെ ക്രയവിക്രയങ്ങൾ മൂന്നാമതാണ്. ഒന്നാമത് ഈമാൻ്റെ ഇടം, രണ്ടാമത് നമസ്കാരത്തിൻ്റെ ഇടം. അതിൻ്റെ പേര് തന്നെ നിസ്കാരത്തിൻ്റെ ഇടമാണ്, പള്ളിയോടുള്ള ബന്ധമാണ്. നാളെ അർശിൻ്റെ തണലിൽ പള്ളി പരിപാലകന്മാർക്ക് ഇടമുണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ പരിപാലകരെ പെടുത്തി തെരുമാറാകട്ടെ. എന്താണ്? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അവൻ്റെ ആരാണ് അവനെന്നറിയുമോ? എപ്പോഴും കൽബാലെ
പള്ളിയോട് ബന്ധപ്പെട്ടവൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എപ്പോഴും കൽബ് കൊണ്ട് പള്ളിയോട് അവന് ബന്ധമുണ്ടാവും. പുറത്ത് നിന്നാൽ പോലും പള്ളി വരാനായിരിക്കും എൻ്റെ മനസ്സാഗ്രഹിക്കുന്നത്. ആ നിലയിൽ സൂക്ഷിച്ച് പള്ളിയോട് ആത്മബന്ധം സ്ഥാപിക്കുന്ന, പുറത്ത് നിൽക്കുന്നവർക്ക് അതുണ്ടാവില്ല, പള്ളിക്കകത്ത് കയറാതെ. മുറ്റത്ത് നിൽക്കുന്നവർക്കും തിണ്ണ മാത്രം നിൽക്കുന്നവർക്കും അതുണ്ടാവില്ല. പള്ളിക്കകം തന്നെയാണ് പള്ളി, അല്ലാതെ പള്ളിയുടെ മുറ്റമല്ല പള്ളി. അത്തരക്കാർ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുറത്തിരുന്നു വന്ന് വർത്തമാനം പറഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ അതാരായാലും, അത് ഏത് പക്ഷമായിക്കൊള്ളട്ടെ, അവർ പള്ളിയുടെ പരിപാലനത്തിൻ്റെ ഏഴയലത്തവരെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളിയിൽ വരുന്ന എന്തിനാ? അവന് കാന നബി സല്ലല്ലാഹു യഅതി മസ്ജിദ ഖുബാ കുല്ല സബത്തി മാഷിയം വറാകിബ ഫയുസല്ലി ഫീഹി റകഅത്തൈൻ. എല്ലാ ശനിയാഴ്ചയും ഖുബാ പള്ളിയിലേക്ക് 4-5 കിലോമീറ്റർ നടന്നും വാഹനത്തിൽ കയറി റസൂലുള്ളാഹി പോകും. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് തിരിച്ചു വരും. പള്ളിയിൽ പോകുന്നതിനാ? 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ. അറിയോ? പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാനാ, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം സാധിക്കാനല്ല പള്ളിയിൽ വരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സലാത്തുൽ മസ്ജിദി ഫീ ഹാദാ ഖൈറും മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദുൽ ഹറാം. എൻ്റെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നത് മറ്റു പള്ളികളെക്കാൾ, മസ്ജിദുൽ ഹറാം ഒഴിച്ചുള്ള മറ്റു പള്ളികളെക്കാൾ 1000 ഇരട്ടി കൂലിയുണ്ട്. നിസ്കരിക്കുന്നതിനാ കൂലി, അല്ല കാണുന്നതിനല്ല, മുറ്റത്ത് പോയി നിൽക്കുന്നതിനല്ല കൂലി, അവിടെ ഇരുന്ന് വെടി പറയുന്നതിനല്ല കൂലി. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുക പോലും ചെയ്യാതെ, അഥവാ പങ്കെടുത്താൽ പോലും പേരിന് പങ്കെടുത്തിട്ട്, അങ്ങനല്ല. പള്ളിയിൽ നമസ്കാരമാണ് പ്രധാനമെന്ന് തിരിച്ചറിയണം. മൻ ഖറജ അലാ തുഹ്രിൻ ലാ യുരീദു ഇല്ല സ്വലാ ഫീ മസ്ജിദി ഹത്താ യുസല്ലിയ ഫീഹി കാന ബിമൻസിലത്തി ഹജ്ജ. ആരെങ്കിലും ശുദ്ധിയോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടു, നിസ്കാരമല്ലാതെ വേറൊരു ഉദ്ദേശവും അവനില്ല. പള്ളിയിലേക്ക് പുറപ്പെടുന്നവന് നിസ്കാരമല്ലാതെ വേറൊരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പള്ളി പരിപാലിക്കാൻ വരുന്ന ആളുകൾ ഓഫീസിൽ കയറണ്ടെന്നോ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പള്ളിയുടെ വർക്കുകൾ ചെയ്യേണ്ടെന്നോ, അതൊക്കെ ചെയ്യുന്നതൊക്കെ മോശമാണെന്നല്ല. പക്ഷെ നമസ്കാരം വളരെ പ്രധാനമാണ് എന്ന ഊന്നൽ, ഒന്നാമത്തെ സ്ഥാനം നമസ്കാരത്തിന് നൽകിക്കൊണ്ടായിരിക്കണം ഈ പ്രക്രിയകൾക്കൊക്കെ നേതൃത്വം നൽകേണ്ടത് എന്ന ലക്ഷ്യം നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു തആല നമുക്കൊക്കെ, നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതൊക്കെ പറയുന്ന ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, നമുക്കൊക്കെ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും, അള്ളാഹുവിൻ്റെ പള്ളി ഇബാദത്തിന് ഊന്നൽ നൽകേണ്ടതാണ്. ആ ഇബാദത്തുള്ളിൽ വന്നാൽ ആദ്യം വിശ്വാസവും, അള്ളാഹുവിലും അന്ത്യനാളിലുള്ള വിശ്വാസവും, പിന്നെ കൃത്യമായ നമസ്കാരവും ഒരാളിൽ വന്നാൽ സക്കാത്ത് എളുപ്പമാകും. സക്കാത്തിലൊന്നും തുടങ്ങാൻ പറ്റില്ല. ആദ്യത്തെ 2 ഇല്ലാത്ത ആൾക്ക് മൂന്നാമത്തെ കാര്യം എളുപ്പമല്ല. സക്കാത്തൊന്നും അത്ര എളുപ്പത്തിൽ ചെയ്യാനൊന്നും പറ്റില്ല. ആദ്യത്തെ 2 വന്നാലേ ഇത് ചെയ്യുള്ളൂ. അതിൻ്റെ പേരിലാണ് സക്കാത്ത് വരിക. അവിടെ പിന്നെ എന്താ ക്രമക്കേടിന് സ്ഥാനം? അപ്പോൾ ക്രമക്കേട് പരിഹരിക്കാൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചാൽ ആദ്യത്തെ 2 കാര്യത്തിനായിരിക്കണം നമ്മൾ ഊന്നൽ നൽകണം. അപ്പോൾ പള്ളിയുടെ പരിപാലനത്തെ സംബന്ധിച്ച് നമുക്കുള്ള ഒബ്ജക്ഷൻ, നമസ്കാരത്തിൽ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളിൽ അട്ടിമറി നടക്കുന്നു, ശരിയായ തിരിമറി നടക്കുന്നു എന്ന പരാതിയായിരിക്കണം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപാട് പള്ളികളെ ഞാൻ കണ്ടതാണ്, പലയിടത്തും അങ്ങനത്തെ ചർച്ചകൾ തീരെ നടക്കാറില്ല. ആ ചർച്ച നടക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. സാമ്പത്തിക ബാലൻസ് എത്രയുണ്ട്, സാമ്പത്തിക മിച്ചം എത്രയുണ്ട്, കുറവ് എത്രയുണ്ട്, ഇത് മാത്രമാണ് പള്ളിയുടെ തെരഞ്ഞെടുപ്പും പരിപാലനവുമായി ബന്ധപ്പെട്ട് എവിടെയും എപ്പോഴും നടക്കുന്ന ചർച്ചയെന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ്. അതുകൊണ്ട് അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതും സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ധാരാളം നല്ല നിലയിൽ സേവനം ചെയ്തവരുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. വിളിച്ചാൽ ആവശ്യങ്ങൾക്ക് വിളിപ്പുറത്തെത്തുന്നവരുണ്ട് പള്ളിയുടെ കാര്യങ്ങൾക്ക്. എന്നാൽ അങ്ങനെയൊന്നും അല്ലാത്തവരുണ്ട്, ഉള്ളവരിലും ഇല്ലാത്തവരിലുമൊക്കെ. അതുകൊണ്ട് നമ്മൾ അർഹരായ ആളുകൾ കൃത്യമായ നിലയിൽ പള്ളിയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും സമയം കണ്ടെത്താനും നമസ്കാരത്തിൽ എത്തിച്ചേരാനും കഴിയുന്ന ആളുകൾ, എന്തിനു വേണ്ടിയും പള്ളിയുടെ ആവശ്യങ്ങളെ എന്ന് പറഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ ആവുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബാബരി മസ്ജിദിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ബാബരി മസ്ജിദ് വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷേ ബാബരി മസ്ജിദിനോട് വിശ്വാസമില്ലാത്തവർ, വിശ്വാസത്തിന് വിരുദ്ധമായത് പ്രവർത്തിച്ചു എന്ന് പരാതി പറയുന്നവർ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധമായ മസ്ജിദിനോടും നമ്മുടെ മറ്റു മസ്ജിദുകളോടും നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതേ അള്ളാഹു നോക്കുകയുള്ളൂ. കൈവിട്ടു പോയതിനെക്കുറിച്ച് നമ്മൾ അള്ളാഹു ചോദിക്കില്ല, ബലമായി പിടിച്ചെടുക്കപ്പെട്ടതിനോട് ചോദിക്കില്ല. നമുക്കതിനകത്ത് പരാതിയുണ്ട്. പക്ഷേ നമുക്കിന്ന് വളരെ സന്തോഷമുള്ള ചില സംഗതികൾ അപ്പുറത്ത് വരുന്നുണ്ട്. പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് നമ്മളോട് പറയപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ മുമ്പിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സംഗതി, നമ്മളാരെങ്കിലും ഇവിടെ രാമനെ ആരാധിക്കുന്നതിനോ നമ്മളെതിരാണോ? അതിനുവേണ്ടി അമ്പലം പണിയുന്നതിന് നമ്മളെതിരല്ല, അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മളെതിരല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം, അതുപോലെ തന്നെ ഹിന്ദു ട്രസ്റ്റിന് വിട്ടുകൊടുത്തുള്ള വിധി, അത് വന്നപ്പോൾ നമ്മൾ ശാന്തത പാലിച്ചു. കാരണം എന്താ? അപകടം ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ നമ്മുടെ മുറിവിൽ ഉപ്പ് തേൽക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം രംഗത്ത് വരുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചു. അതാണ് നമ്മുടെ വേദന. ആ വേദനയെ നമ്മുടെ മതേതര സമൂഹങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. മതേതര സമൂഹം ആ വേദന തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ ഈ വേദനയുടെ മുകളിൽ പണിത ഈ അമ്പലത്തെ, മന്ദിരത്തെ ആഘോഷമാക്കുന്നത് തിരിച്ചറിഞ്ഞ് അത് യഥാർത്ഥ മതേതര വിശ്വാസികൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്കറിയാം, മതമില്ലാത്തവർ നമ്മൾ പറയുന്ന പാർട്ടിയുടെ സീതാറാം യെച്ചൂരി നിലപാടെടുത്ത ആളുകളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം നിലപാടെടുത്തവരാണ്. മതേതര പ്രസ്ഥാനങ്ങൾ, ശരത് പവാർ അടക്കം പറഞ്ഞു ഞങ്ങൾക്ക് രാമനോടെതിരില്ല, പക്ഷേ പള്ളി പൊളിച്ച, അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ താല്പര്യത്തിൽ ഉപയോഗിക്കുന്ന, ഇങ്ങനെ പറയാൻ ഒരു മുസ്ലിം ലീഡർക്കും കഴിഞ്ഞില്ല. അതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ലത് മുസ്ലിം നേതാക്കന്മാരല്ല ഒരു പാർട്ടിയിലും എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് വിട്ടയാളാണ് ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കണേ. നമ്മൾ അള്ളാഹുവും മതവും പള്ളിയും വലിച്ചെറിയുന്നവരെ നാം തന്നെ നമ്മുടെ പ്രതിനിധികളാക്കി, ഇടതിൽ നിന്നപ്പോഴും പ്രതിനിധിയാക്കി, വലതിൽ നിന്നപ്പോഴും പ്രതിനിധിയാക്കി, അവസാനം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ മറ്റേതിൽ പോയിട്ട് പൊളിച്ചവരുടെ കൂട്ടത്തിലായി. ഇങ്ങനെയുള്ള നേതാക്കന്മാർ, ഒരാൾ പോലും മുസ്ലിം രാഷ്ട്രീയക്കാരന്മാർ ഇങ്ങനെ ആർജവമുള്ള നിലപാട് തുറന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മുസ്ലിം ലീഡേഴ്സ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഒരു പാർട്ടിയിലും വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? ഇപ്പോൾ വേറൊരാൾ, ഇന്ത്യയുടെ ഒരു പഴയ പ്രസിഡൻറ്റിൻ്റെ പേരുള്ള ഒരു ലീഡർ, കോൺഗ്രസിൻ്റെ ലീഡർ വന്നിരുന്നിട്ട് പറഞ്ഞു, ഞാനായിരുന്നു ഉപദേഷ്ടാവെങ്കിൽ എൻ്റെ പാർട്ടിയോട് ഞാൻ പറഞ്ഞേനെ ക്ഷേത്രം ഞാൻ പോകണമെന്ന്. ഇവനാണ് മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ നാളെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പോണത്, നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാനും പോകുന്നത്. അതുകൊണ്ട് ആരെയാണ് നമ്മുടെ പ്രതിനിധിയാകേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ പള്ളിയിലായാലും പുറത്തായാലും ഈ പള്ളികളോടുള്ള സമീപനം വെച്ച് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നമുക്കെതിര് പറയുന്നവരെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നത്, അനുകൂലം പറയുന്നവരെ അല്ല. ആണെങ്കിൽ വളരെ തരിക്ക് ഒന്നോ രണ്ടോ കാണുള്ളൂ. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ നിലപാടുകൾ തിരുത്തേണ്ടത്. വിശ്വാസത്തിന് ഊന്നൽ നൽകണം. അത് ആരോടുള്ള സംഘർഷമല്ല. നമ്മൾ 25 കൊല്ലം ക്ഷമിച്ചവരാണ്, അതിനുശേഷം വിധി വന്നപ്പോഴും ക്ഷമിച്ചവരാണ്. പക്ഷെ നമ്മുടെ മുറിവിൽ ഉപ്പ് തേക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ പോലും ആർജവമില്ലാത്ത നമ്മുടെ നേതാക്കൾക്കിടയിൽ അത് തെറ്റാണെന്ന് ഉറക്കെ പറയുന്ന മതേതരരായ ഹിന്ദു നേതാക്കളെയാണ് നമുക്ക് കൂടുതൽ വിശ്വസിക്കാവുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളി ഇവിടെയും എവിടെയും നാടൊട്ടുക്കും രാജ്യമൊട്ടുക്കും മസ്ജിദുൽ അഖ്സയും നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളി കേന്ദ്രീകൃതമാണ് വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഏത് കാലത്തും. അത് ഓർമ്മയിൽ നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തികച്ചും നീതിയുക്തവും സത്യസന്ധവും അള്ളാഹുവിൻ്റെ പരിപാലനത്തിന്, പള്ളിയുടെ പരിപാലനത്തിന് ആത്മാർത്ഥമായി സമയം കണ്ടെത്തുകയും അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ആരാധനകളിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ പള്ളിയുടെ ധാർമ്മികവും ആത്മീയവുമായ പുരോഗതിയിൽ, സാമ്പത്തികമായ ഭൗതികമായ പുരോഗതിയിൽ ഊന്നൽ നൽകുന്നത് പോലെ അതും വളരെ പ്രധാനമാണ്. യാതൊരു സംശയമില്ല. സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ അത് വിശ്വാസികൾക്ക് വിഷമമില്ലാതെ അതോടൊപ്പം ഇപ്പറഞ്ഞ ഒരു ഉമ്മത്ത്, ഒരു സമൂഹം എങ്ങനെ ജീവിക്കുന്നു, എൻ്റെ മഹൽ, അവരുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ സ്ഥിതി എന്താണ്, അവരുടെ അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ സ്ഥിതി എന്താണ്, അള്ളാഹുമായിട്ടുള്ള പള്ളിയുമായി അവരുടെ ബന്ധത്തിൻ്റെ സ്ഥിതി എന്താണ്, അത്തരം കാര്യങ്ങൾ അവരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ, പദ്ധതികൾ, അതിനോട് സഹകരിക്കുന്നവർ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. അങ്ങനെയുള്ളവരാണ് നമ്മുടെ പ്രതിനിധികളെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആകണം. അല്ല എങ്കിൽ അത് പരിഗണിക്കണം. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇനി അപ്പുറത്തുള്ള ആളുകൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്ന് അപ്പുറത്ത് നിൽക്കുന്ന നല്ല ഉദ്ദേശക്കാരെ നമ്മൾ കണ്ടെത്തണം. എല്ലാം അള്ളാഹുവിനെയും വിശ്വാസത്തെയും പള്ളിയോടുള്ള നല്ല ബന്ധത്തെയും പരിഗണിച്ചുകൊണ്ടാകുമ്പോൾ കാര്യങ്ങളെല്ലാം ഭദ്രമാകും. നാട്ടിലും ഭദ്രമാകും, രാജ്യത്തും പള്ളിയോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹ് എല്ലാത്തിനും പള്ളി തന്നെയാണ് വെച്ചേക്കണേ. പള്ളി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പിനെ, അസ്തിത്വത്തെ പോലും പള്ളി കേന്ദ്രീകരിച്ച് വെച്ചേക്കുക. നാട്ടിലും അങ്ങനെ തന്നെയാണ്. ലോകത്ത് മസ്ജിദുൽ അഖ്സ 100 ദിവസം പിന്നിട്ടു. ഇപ്പോഴും ലോകത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണീർ തുള്ളിയായി നിലനിൽക്കുന്ന മസ്ജിദുൽ അഖ്സ ഒരു പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള ഇസ്ലാമിക ലോകത്തിൻ്റെ നിലപാടാണ് അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പള്ളി നിസാരമല്ല, പള്ളിയോടുള്ള പെരുമാറ്റവും നിസ്സാരമല്ല എന്ന് ഓർമ്മയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ, വാക്കുകളെ അർത്ഥശുദ്ധിയോടുകൂടി പരിഗണിച്ച് പടച്ച തമ്പുരാൻ്റെ നല്ല
സ്നേഹത്തിന്, അവൻ്റെ പ്രീതിക്ക് പാത്രമാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.